PM ശ്രീയിൽ സർക്കാരിനെതിരെ വെൽഫെയർ പാർട്ടി. PM ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനം ജനവഞ്ചനയാണ്. സംഘപരിവാറിനോട് നിയമപരമായും രാഷ്ട്രീയമായും പോരാടുകയാണ് വേണ്ടതെന്ന് വെൽഫെയർ പാർട്ടി പറയുന്നു. മുൻ സർക്കാർ ഒപ്പിട്ടു എന്നത് സാങ്കേതികവാദമെന്നും വിമർശനം. ഷഹീദാണ് വിവരങ്ങളുമായുള്ളത്. ഷഹീദ്, വിവിധ സമുദായ സംഘടനകൾ അതിശക്തമായ നിലപാടെടുക്കുകയാണ്. ഭരണശ്രീ എന്ന ബാനർ ഹെഡ്ലൈനാണ് ഇന്ന് സമസ്തയുടെ മുഖപത്രം കൊടുത്തിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി എതിർപ്പ് ഉയർത്തുന്നു. UDFനെ പിന്തുണച്ച വിഭാഗങ്ങളിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പ് ഉയരുകയാണ്. അതേസമയം തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മുന്നണി ഇന്നലെ തീരുമാനിച്ചും കഴിഞ്ഞു. അപ്പോൾ ഈ സംഘടനകളെ ഒക്കെ സംസാരിച്ച് വരുതിയിലാക്കാം എന്നാണോ മുസ്ലിം ലീഗ് വിചാരിക്കുന്നത്? ഇനി PM ശ്രീയിൽ നിന്നൊരു പിന്നോട്ട് പോക്കില്ല എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ ഈ 2-3 ദിവസത്തെ പ്രതിഷേധം കൊണ്ട് ഇത് അടങ്ങിക്കോളും എന്നൊരു ആത്മവിശ്വാസം ലീഗ് കേന്ദ്രങ്ങൾക്കുണ്ടോ? വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഈ വിഷയത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ലീഗ് അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വലിയ രാഷ്ട്രീയ വിഷയമായി CPM-നെതിരെയും സർക്കാരിനെതിരെയും ലീഗ് കൊണ്ടുവന്നതാണ്. ലീഗ് പ്രത്യേകിച്ചും ലീഗിൻ്റെ മണ്ഡലങ്ങളിലും മലബാറിലൊക്കെ ലീഗ് അതിശക്തമായ പ്രചരണമാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിരുന്നത്. ശ്രദ്ധേയമായ കാര്യം, ആ പ്രചരണത്തിൽ അവർക്കൊപ്പം നിന്ന സംഘടനയാണ് വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി. ആ പാർട്ടിയാണിപ്പോൾ തിരിഞ്ഞു വെച്ചിരിക്കുന്നത്. കേരളത്തിനോട് UDF സർക്കാർ ജനവഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു സൂചകമാണ്. ആ തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നു, ജനങ്ങളെ പിന്തുണ തേടുന്നു. ഈ ജനങ്ങളും ഈ സംഘടനകളും ഒക്കെ, മുസ്ലിം സംഘടനകളും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ചോദ്യത്തിന് ലീഗ് എന്ത് മറുപടി പറയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന്, ഇപ്പോൾ തുടക്കത്തിൽ തന്നെ PM ശ്രീ പദ്ധതി നടപ്പാക്കണം എന്നുള്ളൊരു നിലപാട് ലീഗിനുണ്ടായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ചും മുഖ്യമന്ത്രി VD സതീശൻ്റെയും ഒക്കെ ആ നിലപാടിനൊപ്പം മുസ്ലിം ലീഗിന് നിൽക്കേണ്ടി വരികയാണ്. പക്ഷേ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇടതുപക്ഷ സർക്കാരാണ് ഇത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ കരാർ ഒപ്പിട്ടത് എങ്കിൽ കൂടി അന്ന് ഇടതുപക്ഷത്തിലെ സർക്കാരിൻ്റെ ഘടകകക്ഷിയായിരുന്ന CPI, ഒരു ഇടതുപക്ഷ പാർട്ടി തന്നെ ശക്തമായ വിമർശനം അതുമായി മുന്നോട്ട് വെക്കുകയും അത് പുനർവിചിന്തനത്തിന് അന്നത്തെ സർക്കാർ തയ്യാറാവുകയും ചെയ്തു. ഒരു തിരുത്തൽ ശക്തിയായി CPIക്ക് ആ ഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു, ഇടപെടാൻ കഴിഞ്ഞു. എന്തുകൊണ്ട് ലീഗിന്, UDFനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് ശബ്ദമില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ലീഗ് എന്ത് മറുപടി പറയുമെന്നുള്ളത് അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അവരുടെ വിശദീകരണം, ഏറ്റവും പല വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. ഒന്ന്, സർക്കാർ ഒപ്പിട്ടു എന്നുള്ളതാണ്. അതിനെ ഈ സംഘടനകളെല്ലാം ചോദ്യം ചെയ്യുകയാണ്. അത് തികച്ചും സാങ്കേതികപരമായ കാര്യമാണ്. ഒപ്പിട്ട കാര്യത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്നുള്ളത് ഇതിനകം തന്നെ പലരും ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ വെൽഫെയർ പാർട്ടി അവരുടെ ഏറ്റവും ഈ സൈദ്ധാന്തിക അടിത്തറ പാകിയിരുന്ന പ്രചരണത്തിനും ക്യാമ്പയിനും ഒക്കെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരു സംഘടന, അവർ തന്നെ അതിന് ചോദ്യം ചെയ്യുകയാണ്. ഇത് സാങ്കേതികം മാത്രമാണ്, അങ്ങനെയെങ്കിൽ അവർക്ക് പിന്മാറാൻ കഴിയുമെന്നാണ് അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞിരുന്നത് പണം വാങ്ങി എന്നുള്ളതാണ്. അതും ഇപ്പോൾ അതല്ല, അത് ആ വാദം തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. SSKയുടെ ഫണ്ട് ആണ് വാങ്ങിയിരിക്കുന്നത്, PM ശ്രീ ഒപ്പിട്ടത് കൊണ്ടല്ല എന്നുള്ളതാണ്. അങ്ങനെ മുസ്ലിം ലീഗ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ ഇപ്പോൾ തന്നെ അത് പിന്തുണച്ച സാമുദായിക സംഘടനകൾ തന്നെ, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി അടക്കം ഈ കാര്യത്തിൽ നിലപാട് കടുപ്പിക്കാൻ